ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും +2 മാത്തമാറ്റിക്സ് ലാബ് ക്ലാസ് റൂമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 34 ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, അതിൽ നിന്നും 2025 മോഡൽ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ സൊല്യൂഷനുമാണ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. 5 ചോദ്യങ്ങളിലായിട്ട് 10 മാർക്കിന് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം സാധാരണ ഉള്ളതുപോലെ തന്നെ ഒരു ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഭംഗിയായിട്ട് നമുക്ക് ലഭിക്കും. നമ്മൾ ജിയോജിബ്രയുടെ വിൻഡോ ഓപ്പൺ ചെയ്തു. ആദ്യം ചെയ്യേണ്ടത് 3x² + 1 എന്നുള്ള ഫംഗ്ഷൻ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. 3x² + 1. എപ്പോഴും ശ്രദ്ധിക്കണം, ക്യാപ്സ് ലോക്ക് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഫംഗ്ഷൻ ലഭിക്കില്ല. അതുകൊണ്ട് ക്യാപ്സ് ലോക്ക് ഓഫിലാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 3x² + 1 എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് ഇൻപുട്ട് കമാൻഡ് കൊടുക്കണം. ഇൻ്റഗ്രൽ f, -2 1 എന്നുള്ള ഇൻപുട്ട് കമാൻഡാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് നമുക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് വേറെ ഒന്നും ചെയ്യാതെ തന്നെ ആ കമാൻഡ് നമുക്ക് ജിയോജിബ്രയുടെ ഇൻപുട്ട് ബാറിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. Ctrl+V കൊടുക്കുന്നു, Ctrl+C, Ctrl+V പേസ്റ്റ് ചെയ്യാനാണ്. അന്നേരം നമുക്ക് -2 മുതൽ 1 വരെ ഉള്ള ഭാഗത്തിൻ്റെ ഈ കർവിലെ എക്സ് ആക്സിന് മുകളിലുള്ള ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് ലഭിക്കുന്നു. എന്താണ് ഈ ഏരിയ? A = 12. ഇത് നമ്മുടെ ആൻസർ ഷീറ്റിൽ എഴുതേണ്ടതാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇൻ്റഗ്രൽ എന്നുള്ള കമാൻഡ് കൊടുക്കുന്നു. ഇൻ്റഗ്രൽ എന്നുള്ള കമാൻഡ് കൊടുക്കുന്ന സമയത്ത് 3 ഓപ്ഷൻസ് വരുന്നു. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. 3 ഓപ്ഷൻസിൽ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫംഗ്ഷൻ എന്നുള്ള സ്ഥലത്ത് F കൊടുക്കുന്നു. റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുന്നു. സ്റ്റാർട്ട് വൈൽ ഹൈലൈറ്റ് ആകുന്നു. അവിടെ സ്റ്റാർട്ട് വാല്യൂ -2 എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് കൊടുക്കുന്നു. വീണ്ടും റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുന്നു. എൻഡ് എക്സ് വാല്യൂ ഹൈലൈറ്റ് ആകുന്നു. അവിടെ 1 എന്നുള്ള നമ്പർ, അതാണ് എൻഡ് വാല്യൂ ആയിട്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്, അത് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അങ്ങനെയും നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് എൻ ഇൻപുട്ട് ബോക്സ് ഫോർ ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ഫംഗ്ഷൻ ആണല്ലോ ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് f(x) = എന്ന് ഫംഗ്ഷൻ്റെ പേര് നമ്മൾ f(x) = എന്ന് ടൈപ്പ് ചെയ്യുക. ഫംഗ്ഷനുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇൻപുട്ട് ബോക്സിൻ്റെ ക്രിയേഷൻ അവസാനിക്കുന്നു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, വി ക്യാൻ എഡിറ്റ് ദി അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ബൈ ഡബിൾ ക്ലിക്കിംഗ് ഓൺ ദ റീജിയൻ എ. എന്നുള്ള റീജിയൻ ഇതാണ്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് വാല്യൂ, എൻഡ് വാല്യൂ ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. -2 മാറ്റാം, 1 മാറ്റാം. ഓക്കെ, തുടർന്നുള്ള ചോദ്യങ്ങളിൽ ഇതൊക്കെ ആവശ്യമുണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, ആപ്ലെറ്റ് 1ൻ്റെ ക്രിയേഷൻ ഇവിടെ അവസാനിക്കുന്നു. അതോടുകൂടി നമ്മൾ ജിയോജിബ്ര വിൻഡോ മിനിമൈസ് ചെയ്യുന്നു. ശേഷം നമ്മൾ നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ ആൻസർ എഴുതി വെക്കുന്നു. എന്താ എഴുതി വെക്കുന്നത്? ആപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, കൂടെ ഏരിയ ബൗണ്ടഡ് ബൈ, അല്ലെങ്കിൽ ബൗണ്ടഡ് ഏരിയ = 12. നമ്മൾ നേരത്തെ കണ്ടു, നമുക്ക് കിട്ടിയ ഏരിയ 12 ആണ്. അതുകൊണ്ട് ആ ഏരിയ കൂടി എഴുതി വെക്കാൻ മറക്കരുത്. ദി ബൗണ്ടഡ് ഏരിയ = 12. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ പൂർണ്ണമാകുന്നു. 2 മാർക്ക് നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y² = 2x + 5, x = 1, x = 3 ആൻഡ് എബവ് എക്സ് ആക്സിസ്. ഇതാണ് ക്വസ്റ്റ്യൻ. മക്കളെ, ഇവിടെ നോക്കൂ, y² = 2x + 5 ആണ് നമ്മുടെ കർവ്. y² = 2x + 5 എന്നുള്ള കർവ്
നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മുടെ ഇൻപുട്ട് ബോക്സിൽ. ഇൻപുട്ട് ബോക്സിന്റെ പ്രത്യേകത എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എക്സിലുള്ള ഫംഗ്ഷനാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ വൈ സ്ക്വയർ ഈക്വൽ ടു എന്നാണ്. അത് ഇവിടെ ടൈപ്പ് ചെയ്താൽ നമുക്ക് ആൻസർ ലഭിക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സിലുള്ള ഫംഗ്ഷനാക്കി മാറ്റണം. അതിനായിട്ട് വൈ കണ്ടുപിടിക്കണം. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള രൂപത്തിലായിരിക്കണം നമ്മുടെ ചോദ്യം. ഓക്കെ, ആ എഫ് ഓഫ് എക്സ് ആണ് വൈ ഈക്വലി എഫ് ഓഫ് എക്സിലെ എഫ് ഓഫ് എക്സ് ആണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അതിനായിട്ട് വൈ എഴുതാൻ മറക്കരുത്. വൈ സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്യരുത്. വൈ ആരാണ് എന്ന് കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ അല്ലേ? വൈ സ്ക്വയർ ഈക്വൽ 2x+5 ആണെങ്കിൽ വൈ ഈക്വൽ റൂട്ട് ഓഫ് 2x+5 അല്ലേ? ആ റൂട്ട് ഓഫ് 2x+5 അല്ലേ എഫ് ഓഫ് എക്സ്? ആ റൂട്ട് ഓഫ് 2x+5 ആണ് ഇതിനകത്ത് ടൈപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ വൈ സ്ക്വയർ ഈക്വൽ 2x+5 അല്ല. സ്ക്വയർ റൂട്ട് ഓഫ് 2x+5 ആണ് ഇതിനകത്ത് ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ ജിയോജിബ്രയുടെ നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ആപ്ലെറ്റിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇവിടെ വേണ്ടത്? വൈ സ്ക്വയർ ഈക്വൽ ടു 2x+5 നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് വൈ ഈക്വൽ ടു, മക്കൾ പറയൂ, വൈ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2x+5 സ്ക്വയർ റൂട്ട് ഓഫ് 2x+5 ആണ് നമുക്ക് വേണ്ടത് അല്ലേ? SQRT എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റിനകത്ത് 2x+5 എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റിനകത്ത് 2x+5 എന്ന് കൊടുക്കുന്നു. ഓക്കെ, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ടൈപ്പ് ചെയ്ത് കറക്റ്റ് അല്ലേ എന്നൊക്കെ ഒന്ന് നോക്കണം. ശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്നു. അന്നേരം സ്ക്വയർ റൂട്ട് ഓഫ് 2x+5 എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് ലഭിക്കുന്നു. ഇവിടെ -1 നമുക്ക് വേണ്ടത് 1 to 3 ആണ്. 1 to 3 ആണ് ഇവിടെ വേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ചോദ്യത്തിലെ അവിടെ ഇൻ്റർവെൽ -4 to 2 അങ്ങനെയൊക്കെയാണ് വന്നതെങ്കിൽ ഇവിടെ അൺഡിഫൈൻഡ് എന്നൊക്കെ കാണിക്കും. ഇവിടെ ഏരിയ കാണില്ല. അപ്പം നമ്മൾ കരുതും ഇതിനെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അല്ല, -5 മുതലാണ് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ളെങ്കിൽ ഇവിടെയും -4 മുതലായിരിക്കും വരിക. -4 ആണെങ്കിൽ -4 മുതലായിരിക്കും വരിക. അന്നേരം -4 ഇതിന് മനസ്സിലാവില്ലല്ലോ. ഇതിന് ഈ പോയിന്റ് മുതലുള്ള ഭാഗമല്ലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അൺഡിഫൈൻഡ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്നേരം ഇവിടെ എയിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമുക്ക് മിനിമവും മാക്സിമം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. അവിടെ നമ്മൾ ഈ സ്റ്റാർട്ടിക് വാല്യൂ എന്ത് കൊടുക്കുക? 1 എന്ന് കൊടുക്കുക. സ്റ്റാർട്ട് വാല്യൂ 1 ആണ്. എൻഡ് വാല്യൂ എത്രയാ? എൻഡ് വാല്യൂ 3 ആണ്. ഈ 1 മാറ്റി നമ്മൾ 3 എന്ന് കൊടുക്കുക. ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ കൃത്യമായിട്ട് 1 മുതൽ 3 വരെ ഈ കർവിൻ്റെ താഴെയുള്ള ഏരിയ നിങ്ങൾക്ക് ദൃശ്യമാകും. എത്രയാ ഏരിയ? 5.99. സിമ്പിൾ അല്ലേ? 5.99. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ പൂർണ്ണമായ മാർക്ക് ലഭിക്കും. അതായത് 2 മാർക്ക് ലഭിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആൻസർ ഷീറ്റിൽ വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് ആൻസർ എഴുതി വെക്കേണ്ടതുണ്ട്. ഓക്കെ, എന്താ നമ്മളിവിടെ ചെയ്തത്? എഡിറ്റ് ദി ഫംഗ്ഷൻ ഇൻ ദി ഇൻപുട്ട് ബോക്സ് ടു y ഈക്വൽ റൂട്ട് ഓഫ് 2x+5. ശേഷം മിനിമം -1ഉം മാക്സിമം 3ഉം ആക്കിയിട്ട് മാറ്റി. അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് 1ഉം അപ്പർ ലിമിറ്റ് 3ഉം ആക്കിയിട്ട് മാറ്റി. അന്നേരം ഏരിയ കിട്ടി 5.998. 3 ഡെസിമൽ പ്ലേസസിന് കറക്റ്റ് ആക്കിയാൽ ഇങ്ങനെയായിരിക്കും ആൻസർ ലഭിക്കുക. ഇത്രയും വിശദമായിട്ട് എഴുതിയില്ലെങ്കിലും എന്തെഴുതണം? ഹിയർ y ഈക്വൽ റൂട്ട് ഓഫ് 2x+5, ശേഷം ലോവർ ലിമിറ്റ് 1 അപ്പർ ലിമിറ്റ് 3 എന്നിട്ട് ആൻസർ എഴുതാം. ഇവിടെ മെത്തേഡ് എഴുതാൻ പറയാത്തതുകൊണ്ട് ആൻസർ എഴുതിയാൽ മാത്രം മതിയെങ്കിലും ക്വസ്റ്റ്യൻ ഇന്നതാണ് എന്ന് ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ ഇത്രയും എഴുതി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. മൂന്നാമത്തെ ചോദ്യം sin 3x-ൽ x ഈക്വൽ 2 മുതൽ x ഈക്വൽ 4 വരെ ഉള്ള ഭാഗത്തിൻ്റെ ഏരിയ കാണാനാണ്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ആപ്ലെറ്റ് ആണിത്. അതിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ വേണ്ടത് ഇവിടെ മക്കളെ? sin 3x ആ വേണ്ടത് അല്ലേ? sin 3x-ൽ 2 മുതൽ 4 വരെ. ഞാൻ sin 3x എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. sin 3x എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. മിനിമം ടൈപ്പിങ്ങേ നമുക്ക് ആവശ്യമുള്ളൂ. ആവശ്യമില്ലാതെ ടൈപ്പ് ചെയ്യുകയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജിയോജിബ്രയുടെ വിൻഡോയിൽ വെക്കുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. sin 3x എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു അല്ലേ? എൻ്റർ ചെയ്തു. അപ്പോൾ sin 3x-ന്റെ ഗ്രാഫ് എനിക്ക് കിട്ടി. ഇവിടെ ഏത് മുതൽ ഏത് വരെയുള്ള ഭാഗത്തിൻ്റെ ഏരിയയാണ് കാണേണ്ടത്? 2 മുതൽ 4 വരെ. ഞാൻ ഏരിയയിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് മിനിമം ഇവിടെ 1 ആണുള്ളത് സ്റ്റാർട്ട് വാല്യൂ. അത് ഞാൻ 2 ആക്കിയിട്ട് മാറ്റി. എൻ്റെ വാല്യൂ 4 ആണ് വേണ്ടത്. ഞാൻ 4 ആക്കിയിട്ട് മാറ്റി. ഓക്കെ കൊടുത്തു.
അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് എന്താ ഇവിടെ കാണാൻ പറ്റുന്നത്? ഇവിടുത്തെ ഏരിയ ഇങ്ങനെ കിട്ടുന്നു അല്ലേ? ഈ ഏരിയ കറക്റ്റാണോ? ഒരിക്കലുമല്ല. എന്തുകൊണ്ട് ഈ ഏരിയ കറക്റ്റ് അല്ല? ഇവിടെ കുറച്ച് ഭാഗം മുകളിലാണ്, കുറച്ച് ഭാഗം എന്താ താഴെയാണ്. എക്സ് ആക്സിന്റെ മുകളിലുള്ള ഭാഗം പോസിറ്റീവും എക്സ് ആക്സിന്റെ താഴെയുള്ള ഭാഗം നെഗറ്റീവുമായിട്ടാണ് നമുക്ക് ലഭിക്കുക. നമുക്കറിയാം, ഇൻ്റഗ്രേഷനിൽ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള ഭാഗം ഇവിടെ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എന്താ വേണ്ടത്? പോസിറ്റീവായിട്ടുള്ള മൊത്തം ഏരിയ കിട്ടണം. മൊത്തം ഏരിയ കിട്ടണമെങ്കിൽ ഈ നെഗറ്റീവിനെ എന്താക്കി മാറ്റണം? പോസിറ്റീവ്. നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റുന്ന ടൂളിന്റെ പേരെന്താ മക്കളെ? മൊഡ്യുലസ് ഫംഗ്ഷൻ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ താഴെയുള്ള ഭാഗങ്ങളെല്ലാം മുകളിലേക്ക് വരും. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ടൈപ്പ് ചെയ്ത് sin 3x എന്നുള്ള ഫംഗ്ഷനിൽ അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കുന്നു, ABS എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റ് കൊടുക്കാൻ ഓപ്പൺ ചെയ്യാനും മറക്കരുത്, ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായി? ഇതിന് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് sin 3x എന്നുള്ള ഫംഗ്ഷൻ ആയിട്ട് മാറി. എൻ്റർ ചെയ്യുമ്പോൾ താഴെ ഉള്ള എല്ലാവരും മുകളിലേക്ക് എത്തും അല്ലേ? അന്നേരം നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചത് 2 മുതൽ 4 വരെ എന്ന് മാറ്റിയിട്ടുണ്ടല്ലോ. സംശയമുണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കാം. അതെ, 2 മുതൽ 4 വരെ. അപ്പോൾ 2 മുതൽ 4 വരെ ഈ കർവിൻ്റെ ഈ കർവിൽ എക്സ് ആക്സിന് മുകളിലുള്ള ഏരിയ എന്ന് പറയുന്നത് 1.29. ഇത്രയും ചെയ്യുമ്പോഴാണ് ആൻസർ കൃത്യമാകുക. എക്സ് ആക്സിന്റെ താഴെ ഉള്ള ഒരു ആൻസർ കിട്ടുമ്പോൾ, എക്സ് ആക്സിന്റെ താഴെ കൂടെ കർവ് കാണുമ്പോൾ ദയവ് ചെയ്ത് അത് ആൻസറായിട്ട് എഴുതി വെക്കരുത്. അതിനെ അബ്സല്യൂട്ട് വാല്യൂ കൊടുത്ത് മുകളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം മാത്രമേ ഏത് ചോദ്യമാണെങ്കിലും ആൻസർ എഴുതാവൂ എന്ന് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങളോട് പറയുകയാണ്. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ആൻസർ എഴുതുന്നു. എന്താ എഴുതുക? എന്തൊക്കെ ഞാൻ ചെയ്തു? ഈ ഫംഗ്ഷൻ ഞാൻ മോഡ് sin 3x ആയിട്ട് എഡിറ്റ് ചെയ്തു. സ്റ്റാർട്ട് വാല്യൂ ഞാൻ 2 ആയിട്ടും എൻഡ് വാല്യൂ 4 ആയിട്ടും കൊടുത്തു. ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഏരിയ എന്ന് പറയുന്നത് 1.29 ആണ്. ഓക്കെ, കൃത്യമായിട്ട് ആൻസർ ഷീറ്റിൽ എഴുതണം. ആൻസർ ഷീറ്റിന്റെ പെർഫെക്ഷൻ നിങ്ങളെ മാർക്ക് ഉറപ്പിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 4ാമത്തെ ക്വസ്റ്റ്യൻ, y = 3s² - 2 3s² - 2വിന്റെ ഘടന കണ്ടാൽ നമുക്കറിയാം അതിന്റെ കുറച്ച് ഭാഗം താഴെയായിരിക്കും ഉണ്ടാവും അല്ലേ? വേണമെങ്കിൽ ഞാൻ അബ്സല്യൂട്ട് വാല്യൂ ആദ്യം കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? 3x² - 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിക്കോളൂ. കുറച്ച് ഭാഗം എക്സ് ആക്സിന്റെ താഴെയാണ് അല്ലേ? നമുക്ക് ഏത് വരെയുള്ള ഭാഗത്തിന്റെ ഏരിയ ആണ് വേണ്ടത്? -1 മുതൽ 2 വരെ. ഒറ്റടിക്ക് ആൻസർ എഴുതി വെക്കരുത്. -1 മുതൽ 2 വരെയുള്ള ഭാഗത്തിന്റെ ഏരിയ ഞാൻ എഡിറ്റ് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് -1 മുതൽ 2 വരെ ഉള്ള ഭാഗത്തിന്റെ ഏരിയ ആണ് വേണ്ടത്. ഞാൻ ഏരിയ ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടി. ഉറപ്പല്ലേ? എക്സ് ആക്സിന് താഴെ വന്നില്ലേ? അതുകൊണ്ട് ഇതല്ലല്ലോ ആൻസർ. എന്ത് ചെയ്യണം? നമ്മൾ ഇതേ ഫംഗ്ഷന് അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കണം, ABS കൊടുക്കണം, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. കൊടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം, എൻ്റർ ചെയ്യണം. അന്നേരം -1 മുതൽ 2 വരെ എക്സ് ആക്സിന്റെ മുകളിലായിട്ട് മാറി. മൊത്തം ഏരിയയും എത്രയായ ഏരിയ? 7.35. ഇതാണ് നമ്മൾ ആൻസർ ഷീറ്റിൽ ആൻസർ ആയിട്ട് എഴുതി വെക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇതേപോലെ 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറാണ് നമ്മൾ എഴുതുന്നത്. എന്ത് നമ്മൾ ചെയ്തു? മോഡ് 3s² - 2 ആക്കിയിട്ട് f(x) മാറ്റി. ലോവർ ലിമിറ്റിന് -1ഉം അപ്പർ ലിമിറ്റിന് 2ഉം ആക്കി മാറ്റി. അന്നേരം നമുക്ക് മനോഹരമായിട്ട് ഭംഗിയായിട്ട് ഏരിയ കിട്ടി 7.35. ഓക്കെ, അവസാനത്തെ ചോദ്യത്തിലേക്ക്, 5ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 5ാമത്തെ ചോദ്യം ചെയ്യണം, കാരണം അതിന് 3 മാർക്കാണ്. 7 മാർക്കേ ലഭിച്ചിട്ടുള്ളൂ. 8 മാർക്ക് ലഭിക്കണ്ടേ? ഓക്കെ, ശരി. അപ്പം ഞാൻ ആ പ്രോബ്ലത്തിലേക്ക് വരുന്നു. എന്തായിരുന്നു ചോദ്യം? s² + y² + 16 = 1. ഈ എലിപ്സിന്റെ ഏരിയ കാണാൻ ഇതിന്റെ ആൻസർ ഒക്കെ നമുക്ക് അറിയാം അല്ലേ? എത്രയാണ് അതിന്റെ ആൻസർ? πab 5 × 4 × π അത്രയായിരിക്കും. 20 π ആയിരിക്കും ആൻസർ ആയിട്ട് ലഭിക്കുക. 20 × 3.14 ആയിരിക്കും ആൻസർ ആയിട്ട് ലഭിക്കുക. ആ ആൻസറാണ് നമുക്ക് കിട്ടേണ്ടത്. ആദ്യം ഞാൻ ഇവിടുത്തെ കർവ് അങ്ങ് എഴുതുന്നു. ഇതല്ലേ കർവ്? ഇതെന്താ മക്കളെ? ഇത് എലിപ്സ് ആണല്ലേ? ഈ എലിപ്സിന്റെ ചിത്രം നിങ്ങൾക്കറിയാലോ. x² താഴെ 25, മേജർ ആക്സിസ് -5 മുതൽ 5 വരെ.
y² താഴെ 16, മൈനർ ആക്സിസ് -4 മുതൽ 4 വരെ. ഇതല്ലേ നമ്മുടെ എലിപ്സ് അല്ലേ? ഇതാണ് നമ്മുടെ എലിപ്സ്. ഈ എലിപ്സ് നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇതിന് നമ്മൾ ഈ ഫംഗ്ഷനാക്കി മാറ്റണം, അല്ലെങ്കിൽ ഫംഗ്ഷനായിട്ട് ടൈപ്പ് ചെയ്യണം അല്ലേ? നമ്മുടെ ഇൻപുട്ട് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, ഇവിടെ എക്സിലുള്ള ഫംഗ്ഷൻ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റൂ എന്ന്. x² + 25 + y² = 1 ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല, ഒരിക്കലും പറ്റില്ല. ഇവിടെ y = ആരാണെന്ന് കണ്ടുപിടിച്ചാൽ അത് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റൂ. ഇത് മൊത്തത്തിൽ ഉള്ള ഈ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള എലിപ്സാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ലഭിക്കണം. മുകൾ ഭാഗം ലഭിക്കണമെങ്കിൽ y ആരാണെന്ന് കണ്ടുപിടിക്കണം. ഞാൻ y ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ തിയറി ക്ലാസ്സിൽ ചെയ്യാറുള്ള പോലെ y² / 16 = 1 - s² / 25 എന്ന് എഴുതുന്നു. അന്നേരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 - s² / 25 എന്ന് കിട്ടുന്നു. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്, കാരണം തിയറി ക്ലാസ്സിന് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ y² ആരാണെന്ന് എഴുതുന്നു. 16/25 × 25 - s². y അല്ലേ നമുക്ക് വേണ്ടത്? y = എന്ത് കിട്ടും? 4/5 × √25 - s². കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. y കിട്ടിയല്ലോ. ഇനി y നമുക്ക് എവിടെ കൊടുത്താൽ മതി? y നമ്മുടെ ഇൻപുട്ട് ബോക്സിൽ കൊടുത്താൽ മതി. സത്യത്തിൽ ഇത് ആരാ? 4/5 × √25 - s². ഇതാരായിരുന്നു? ഈ മൊത്തത്തിലുള്ള എലിപ്സ. 4/5 × √25 - s² ആരാണെന്നറിയോ? നോക്കിക്കോളൂ. -5 മുതൽ ഈ കേസർ പോകുന്ന രൂപത്തിൽ അപ്പർ എലിപ്സാ കിട്ടുക. മുകൾ ഭാഗത്തുള്ള സെമി എലിപ്സാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പർ സെമി എലിപ്സാണ് ഈ റെഡ് കളറിൽ കൊടുത്തത്. അപ്പോൾ ആ ഭാഗമേ ഫംഗ്ഷനായിട്ട് മാറുന്നുള്ളൂ. അതുകൊണ്ട് ആ ഭാഗം മാത്രം നമ്മൾക്ക് മതി. ഇത് ഓർത്തു വെക്കാനുള്ള ഒരു മാർഗവും ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണത്? b/a × √a² - s². b/a 4/5 × √a² - s², √25 - s². അല്ലേ? അപ്പോൾ നമ്മൾ ആൻസർ ഷീറ്റിൽ അത്രയും എഴുതി വെച്ചിട്ടുണ്ടാവും. ആൻസർ ഷീറ്റിൽ ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ മുമ്പിലുണ്ടാവും. ഇത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവാട്ടോ. എന്താ ടൈപ്പ് ചെയ്യേണ്ടത്? 4/5 × 4/5 × √, ഇങ്ങനെ √ ടൈപ്പ് ചെയ്യുക. SQRT 25 - s². അപ്പം ഞാൻ ടൈപ്പ് ചെയ്യുന്നു 25 - s². ഓക്കെ, -x² എന്ന് ടൈപ്പ് ചെയ്യുന്നു. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യണം. ടൈപ്പിങ്ങിൽ എറർ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മുടെ എലിപ്സ് കിട്ടുന്നു. ഓക്കെ, ഏത് എലിപ്സാണ് കിട്ടുന്നത്? നമ്മൾ നേരത്തെ കണ്ട എലിപ്സ് അല്ലേ? അതിൻ്റെ അപ്പർ പാർട്ട് കിട്ടുന്നു. ഞാൻ നേരത്തെ ഇങ്ങനെ കേസർ കൊണ്ട് കാണിച്ചല്ലോ അപ്പർ പാർട്ട് ലഭിക്കുക എന്നുള്ളത്. അത് നമുക്ക് ലഭിച്ചു. ഇനി ഇവിടെ ഏത് മുതൽ ഏത് വരെ എന്നൊന്നും ക്വസ്റ്റ്യനിൽ കാണൂല. അത് നമുക്ക് മനസ്സിലാകണം. ഏത് മുതൽ ഏത് വരെയാണ് വേണ്ടത്? -5 മുതൽ 5 വരെ. പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകാറുള്ള സംശയം, തിയറി ക്ലാസ്സിൽ 0 മുതൽ 5 വരെയല്ലേക്കാണ്, അവിടെ അതാണ് സൗകര്യം. എന്നിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എന്തിനാ 0 മുതൽ 5 വരെ കാണുന്നത്? ഇവിടെ -5 മുതൽ 5 വരെ തന്നെ ഒറ്റയടിക്ക് കണ്ടൂടെ? ഏരിയയെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഏതിൽ ഏത് വരെ വേണമെന്നാണ് മനസ്സിലായത്? -5 മുതൽ ഏത് വരെ? 5 വരെ. -5 മുതൽ 5 വരെ ഉള്ള ഭാഗത്തിൻ്റെ ഏരിയയാണ് വേണ്ടത്. എൻ്റർ ചെയ്യുന്നു. വളരെ മനോഹരമായിട്ട് ആൻസർ കിട്ടുന്നു. -5 മുതൽ 5 വരെയുള്ള ഭാഗത്തിൻ്റെ ഏരിയ 31.42 ആണ്. ഈ 31.42 എലിപ്സിൻ്റെ ഏരിയ ആണോ? അല്ല. ഇതെന്താണ്? സെമി എലിപ്സിൻ്റെ ഏരിയ ആണ്. അപ്പം മൊത്തം എലിപ്സിൻ്റെ ഏരിയ എന്താണ്? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പമാർഗം ഇൻപുട്ട് ബാറിൽ 2 എന്ന് കൊടുക്കുന്നു, സ്റ്റാർ എന്ന് കൊടുക്കുന്നു. 8 ഷിഫ്റ്റ് ചെയ്താൽ സ്റ്റാർ കിട്ടും. ഇൻറ്റു ആണ് അതിൻ്റെ അർത്ഥം. 31.42 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, അതിൻ്റെ എൻ്റർ ചെയ്താൽ ആൻസർ കിട്ടും 62.84. ഞാൻ നേരത്തെ പറഞ്ഞു 20π ആണെന്ന് ആൻസർ എന്ന് പറഞ്ഞില്ലേ? അതും ഇതേ ആൻസർ ആയിരിക്കും കിട്ടുക. 62.84 ആണ് മൊത്തം എലിപ്സിൻ്റെ ഏരിയ. ഇത് വളരെ മനോഹരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ഷീറ്റിൽ എഴുതി വെക്കണം. നേരത്തെ നമ്മൾ എഴുതി വെച്ച ഭാഗം ഇത്രയാണ്. ഇതിൻ്റെ കൂടെ ഇതും കൂടെ എഴുതി വെക്കുക. edit the function in the input box to 4/5 × √25 - s². ശേഷം നമ്മൾ ചെയ്യേണ്ടത് മിനിമം -5 മാക്സിമം 5 ആക്കിയിട്ട് മാറ്റുക. അപ്പർ പാർട്ടിൻ്റെ ലിമിറ്റ് ഏരിയ എന്ന് പറയുന്നത് 31.42 ആണ്. എലിപ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2 × 31.42 ആണ്. = 62.84. ഇത്ര മനോഹരമായിട്ട് നിങ്ങൾ ആൻസർ ഷീറ്റ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ 3 മാർക്ക് ലഭിക്കും. ഇതോടുകൂടി ലാബ് 34
മോഡൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ അവസാനിക്കുകയാണ്. വളരെ ഈസിയാണ്. അല്പം ശ്രദ്ധയും കുറച്ച് മാത്തമാറ്റിക്സും ഒക്കെ അറിയുമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് എഴുതാം. നല്ല വൃത്തിയിൽ ആൻസർ ഷീറ്റിൽ എഴുതണം എന്നുകൂടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ.